ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനുവേണ്ടി 2 മുഴുത്ത ഉരുളക്കിഴങ്ങ്, 1 തണ്ട് കറിവേപ്പില, വറ്റൽമുളക്, 1 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ സവോളയും 3 ഉള്ളിയും എടുക്കാം. നല്ലവണ്ണം കളഞ്ഞ് ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കിയിട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് വേവിക്കാൻ വെക്കാം. ഉരുളക്കിഴങ്ങ് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. അതിനുശേഷം ഉരുളക്കിഴങ്ങ് 1/4 ഭാഗം മാത്രമേ വേവാവുള്ളൂ. നമ്മൾ ഒരു പീസ് ഒരു സ്പൂണിട്ട് ഉടച്ച് നോക്കുമ്പോൾ ഉടയുന്നുണ്ട് എങ്കിൽ നമുക്കത് മാറ്റി മറ്റൊരു പാത്രത്തിലാക്കാം. നമ്മൾ പാൻ കഴുകി വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ആവശ്യത്തിനുള്ള കടുകിടാം. എണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആവശ്യത്തിനുള്ള കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് മുറിച്ച് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചും സവോള അരിഞ്ഞും നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് നെടുവ് കീറി ഒരെണ്ണം ഇടണം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം വഴറ്റുകയാണ്. അതിൻ്റെ റോ ടേസ്റ്റ് മാറുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് നമുക്ക് സവോളയിൽ നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഭയങ്കര ഇളക്കാതെ ഉടയാതെ വേണം നമുക്ക് ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്യാൻ വേണ്ടി. ഈ സമയം നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പും മുളകും ടേസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഉരുളക്കിഴങ്ങിന് മുളക് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വെളുത്തുള്ളിയും ഉള്ളിയും വഴറ്റിയ സമയത്ത് അല്പം മുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ സമയത്താണ് ഒരു 1/4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നത്. മെഴുക്ക് വരട്ടിക്ക് എണ്ണ അത്യാവശ്യമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഉരുളക്കിഴങ്ങ് റോ ടേസ്റ്റ് മാറി മസാല പിടിക്കുന്നോളം വരെ നമുക്കിത് ഇളക്കാം. ഉരുളക്കിഴങ്ങ് ഏകദേശം മെഴുക്കുവരട്ടി റെഡി ആകുമ്പോൾ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡാകും. അന്നേരത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ആവശ്യമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. ഇത് ഓക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.